മണ്ണമ്പറ്റ സ്നേഹാലയം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ബഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കളംപാട്ട് ശില്പശാല കുട്ടികൾക്ക് നവ്യാനുഭവമായി. കേരള ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവായ കടന്നമണ ശ്രീനിവാസനാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത്. പഞ്ചവർണ്ണ കളം വരച്ച് കളംപാട്ടിന്റെ അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ, ഐതിഹ്യങ്ങൾ എന്നിവയെക്കുറിച്ച് കടന്നമണ ശ്രീനിവാസൻ വിശദീകരിച്ചു. നന്തുണി ഉപയോഗിച്ച് കളംപാട്ട് പാടിയാണ് ശില്പശാല പൂർത്തിയാക്കിയത്. നാടൻ കലകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ കാർഷികപരമായ ബന്ധമുള്ളതുമായ കലാ ആവിഷ്കാരങ്ങളാണ് നാടൻ കലകൾ എന്ന് പറയുന്നത്. അതുപോലെ അനുഷ്ഠാന കലകൾ എന്ന് പറയുമ്പോൾ ക്ഷേത്ര സംബന്ധമായതും ദേവീദേവന്മാരായിട്ട് ബന്ധമുള്ളതുമായ കലാ ആവിഷ്കാരങ്ങളാണ് അനുഷ്ഠാന കലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ സുകുമാര കലകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിനും കാതിനും മനസ്സിനും സന്തോഷം തരുന്ന എല്ലാ കലകളും സുകുമാര കലകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശ്രീനിവാസന്റെ 268ാമത്തെ കളംപാട്ട് ശില്പശാലയായിരുന്നു ഇത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാരണം നമ്മളൊക്കെ കളംപാട്ട് എല്ലാവരും വഴിപാടായിട്ട് അമ്പലത്തിൽ ചെയ്യാറുണ്ട്. ഞാനടക്കം ചെയ്യാറുണ്ട്. അപ്പോൾ പുന്നമ്പ്രമ്പ അമ്പലത്തിലാണ് ഞങ്ങളുടെ സ്ഥിരം ചെയ്യാറ്. അപ്പോൾ ഒക്കെ നമ്മൾ ഇത് വരച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോവുകയും അതിൽ പങ്കെടുക്കുകയും ഒരു വിശ്വാസമാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾക്ക് ഇവിടെ കളംപാട്ട് ശില്പശാല എന്ന ട്രെയിനിങ് തരുമ്പോൾ ഇത് വരയുന്നത് മുതൽ ഇതിൻ്റെ വരച്ചതും എല്ലാ കാര്യങ്ങളും എന്തിനാണ് കളംപാട്ട് അല്ലെങ്കിൽ ഏതാണ് ചിത്രം വരയ്ക്കുന്നത് അതിൻ്റെ പ്രാധാന്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ശ്രീനിവാസൻ സാറാണ് എടുത്തു തരുന്നത്. അപ്പം അതിന് സാറിന് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ, വാർഡ് മെമ്പർ ലിനി, സ്ഥാപന മേധാവി രമ്യ, CDS ചെയർപേഴ്സൺ സൗമ്യ, സുനില, PTA പ്രസിഡന്റ് ഉഷ, അംഗൻവാടി ടീച്ചർ ബിന്ദു, ഓൾഡ് ഏജ് ഹോം മേധാവി ദിവ്യ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം.